അസ്സലാമു അലൈക്കും. റമളാൻ മാസം പകുതി പിന്നിടുമ്പോൾ നമ്മൾ ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സക്കാത്ത്. എന്താണ് സക്കാത്ത്? അത് കേവലം ഒരു ധർമ്മമാണോ? അല്ല. സക്കാത്ത് എന്നത് സമ്പന്നൻ പാവപ്പെട്ടവന് നൽകുന്ന ഒരു ഔദാര്യമല്ല. മറിച്ച് നമ്മുടെ സമ്പത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പാവപ്പെട്ടവന്റെ അവകാശമാണ്. സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം ദരിദ്രർക്കും അർഹർക്കും നൽകുന്നതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധീകരണം, വർധനം, അനുഗ്രഹം എന്നൊക്കെയാണ്. അതായത് സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കുറയുന്നില്ല, മറിച്ച് അള്ളാഹു അതിൽ ബർക്കത്ത് നൽകുന്നു. ഒരു വർഷം ഒരാളുടെ കൈവശം നിശ്ചിത അളവ് സമ്പത്തുണ്ടെങ്കിൽ അതിന്റെ 2.5% അർഹരായവർക്ക് നൽകിയിരിക്കണം. റമളാനിൽ സക്കാത്ത് നൽകുന്നത് വഴി നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയും അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഈ നിർബന്ധിത ദാനം സഹായിക്കുന്നു. ദരിദ്രർ, നിർധനർ, കടബാധ്യതയുള്ളവർ, സഹായം ആവശ്യമുള്ളവർ, മറ്റു അർഹരായവർ എന്നിവർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സമ്പത്ത് ശുദ്ധമാകുന്നു, പാപങ്ങൾ മാപ്പാക്കുന്നു, ദരിദ്രരെ സഹായിക്കുന്നു, സമൂഹത്തിൽ സമത്വം ഉണ്ടാക്കുന്നു, അള്ളാഹുവിന്റെ സന്തോഷം ലഭിക്കുന്നു. സക്കാത്ത് നമ്മുടെ മനസ്സിനെ സ്വാർത്ഥതയിൽ നിന്ന് ശുദ്ധമാക്കുന്നു, ദാനം ചെയ്യാനുള്ള മനോഭാവം വളർത്തുന്നു, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കുകയും ജന്നത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. റമളാൻ മാസത്തിൽ സക്കാത്ത് നൽകുന്നത് കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ്. പ്രിയരെ, നാം സമ്പത്ത് സമ്പാദിക്കുമ്പോൾ സക്കാത്ത് മറക്കരുത്. കാരണം അതൊരു സഹായം മാത്രമല്ല, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സക്കാത്ത് നൽകി ദരിദ്രരുടെ കണ്ണീർ തുടച്ച് അള്ളാഹുവിന്റെ സന്തോഷം നേടാം. ഈ റമളാൻ മാസത്തിൽ നമ്മുടെ സക്കാത്ത് കൃത്യമായി കണക്കാക്കി അർഹരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ സമ്പത്തിലും ജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.